അപ്പോൾ പുതിയ ഒരു ജലോത്സവ സീസൺ ഒരുങ്ങുകയാണ്. ആ സീസണിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ചുണ്ടൻ വള്ളങ്ങളും. വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കൈമെയ് മറന്നുള്ള മണിക്കൂറുകളുടെ പരിശീലനവും നടന്നു വരികയാണ്. ജൂലൈ 9 നടക്കുന്ന പ്രസിദ്ധമായ മൂലം ചമ്പക്കുളം വള്ളം കളിയോടെയാണ് ഈ വർഷത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കമാകുന്നത്. ആ റിപ്പോർട്ട് കണ്ടുകൊണ്ട് ഈ വാർത്താ മണിക്കൂറിന്റെ ഈ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. ഹാപ്പനിംഗ് ഹൗസ് പൂർണ്ണമാകുമ്പോൾ ന്യൂസ് ലഞ്ചിൽ ലക്ഷ്മി പത്മ എത്തും. നമസ്കാരം. മലയാള നാട്ടിൽ വള്ളംകളി കായിക വിനോദം എന്നതിലുപരി ഒരു ഉത്സവമാണ്. അതിർത്തികൾ തിരിച്ച് വിവിധ കൂട്ടങ്ങളായി മത്സരം. ഓരോ ചുണ്ടനിലെയും തുഴച്ചിൽക്കാർക്കും ആസ്വദിക്കുന്ന കാഴ്ചക്കാർക്കും ഒരുപോലെ ആവേശം. കാർഷിക കലണ്ടർ അനുസരിച്ച് വിളവെടുപ്പ് അടുക്കുമ്പോൾ കായലുകളിൽ വള്ളങ്ങളും ചീറിപ്പായും. ഒരു ചുണ്ടനിൽ തുഴച്ചിൽക്കാരും പങ്കായക്കാരും താളക്കാരും ഇടിയന്മാരും അടക്കം 100-ലധികം ആളുകൾ. വായുവിനെ കീറി മുറിച്ചു മുന്നേറുന്ന ചുണ്ടന്റെ മുന്നിൽ ഒന്നാം തുഴക്കാരനിൽ തുടങ്ങി വള്ളത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന പങ്കായക്കാരൻ വരെ. പങ്കായക്കാരുടെ പ്രാധാന്യം ചുണ്ടൻ വള്ളങ്ങളിൽ നല്ല പ്രാധാന്യമാണ്. എല്ലാവരും ഒരുപോലെ തന്നെ 5 പേര് ഒരുപോലെ തന്നെ പരിശ്രമിച്ചാലേ ഉള്ളൂ. അല്ലാതെ ഒന്നാമരെ കയറുന്നുള്ളൊരു ഇതൊന്നും വേണ്ട. ഒന്നാമരെ നിൽക്കുന്ന 5 പേര് ഒരുപോലെ നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നവരാരായാലും അവർ ഞങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ ശരിക്കും പണി പെടണം. പക്ഷേ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനുള്ള നല്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നല്ല ടീമുണ്ട്, എല്ലാ സെറ്റപ്പാണ്. ഈ വർഷം മൂലം തൊട്ട് കപ്പെടുത്ത് തുടങ്ങാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. അതിനുള്ള പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 വശത്തുമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഇടിയന്മാരുടെ താളത്തിനൊപ്പമാണ് തുഴ വീഴുന്നത്. താളമൊന്ന് തെറ്റിയാൽ വേഗതയും കുറയും. തുഴച്ചിൽക്കാർക്ക് ആവേശം പകരുകയാണ് താളക്കാരുടെ ദൗത്യം. ഞങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം വള്ളംകളി രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയാണ്. അതിന് 4-5 ദിവസത്തെ പ്രാക്ടീസേ ഉള്ളൂ മെയിനായിട്ട് ബോട്ടിൽ. ഞങ്ങൾ ഉദ്ദേശിച്ച കണക്ക് തന്നെ നല്ല പെർഫോമൻസാണ് പിള്ളേർ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചതിൽ നല്ല കുറച്ച് പുതിയ പിള്ളേരുണ്ട്. അവരും കൂടെ വെച്ചിട്ട് ഞങ്ങൾ ഈ വർഷം ഞങ്ങളുടെ ടാർഗറ്റ് നെഹ്റു ട്രോഫി ആണെങ്കിലും മൂലം വള്ളംകളിയിലും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. തുടർച്ചയായി 5 നെഹ്റു ട്രോഫിയും 4 CBL കിരീടവും നേടിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനു തന്നെയാണ് ആരാധകരേറെയും. ചമ്പക്കുളം ട്രയൽ റൺ മാത്രമാണ് 55 ദിവസം കഴിഞ്ഞ് നടക്കുന്ന നെഹ്റു ട്രോഫിക്കായി ഇപ്പോഴേ ഒരുങ്ങുകയാണ് ക്ലബ്ബുകളും ചുണ്ടൻ വള്ളങ്ങളും. മൂലം ചമ്പക്കുളം ജലോത്സവത്തോടെ ആലപ്പുഴയിലും കേരളത്തിലും ഇനി വള്ളംകളിയുടെ കാലമാണ്. വള്ളംകളി പ്രേമികളുടെ ഹൃദയത്തിൽ തൊഴുത്താളവും വഞ്ചിപ്പാട്ടിൻ്റെ ഈണവും ഉയരുന്ന ദിവസങ്ങളാണ് ഇനി മുതൽ. ആലപ്പുഴയിൽ നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.